Hello students, let us take the next topic of module 5, memory arrays. Memory arrays efficiently store large amount of data. The three types we have seen, that is DRAM, SRAM and read-only memory. An m-bit address or the data value can be read or written at each unique n-bit address. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഡേറ്റ എം ബിറ്റ് ആണെങ്കിൽ എൻ ബിറ്റ് അഡ്രസ്സിൽ അത് നമുക്ക് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആരേ. അപ്പോൾ ഇവിടെ ആരേ എന്ന് പറയുന്നത് എൻ അഡ്രസ് ലൈൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എം ഡേറ്റ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 2-dimensional array of the bit cells. We can see that each bit cell stores 1 bit of data. An array with n address bits and m data bits. അതായത് ഇപ്പോൾ ഒരു ആരേ എന്ന് പറയുന്നത് റോസും കോളംസും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പം n അഡ്രസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ n അഡ്രസ് ലൈൻസ് ആൻഡ് m ഡേറ്റ ലൈൻസ് ഉണ്ടെങ്കിൽ 2n റോസും അതേപോലെ m കോളംസും ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം n അഡ്രസ് ലൈൻസ് ആണ്, ഇത് മനസ്സിലാക്കുക. അതായത് കോൺസെപ്റ്റ് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് 2n റോസ്, ഓക്കെ, ആൻഡ് m കോളംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേർഡ്സ് ആയിരിക്കും. റോസ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്, ആൻഡ് ആ വേർഡിൽ ഈച്ച് ലൊക്കേഷനിൽ എത്ര ബിറ്റ്സ്, അതാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് സൈസ് ഓഫ് ദ വേർഡ്, ആ വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആരേ സൈസ് എന്ന് പറയുന്നത് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത്, ദാറ്റ് ഈസ് 2n ക്രോസ് m. ഓക്കെ, അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഇതിൽ ഇല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് 2n ക്രോസ് m എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ 1k ക്രോസ് 8 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഓക്കെ, അതൊരു മെമ്മറീൻ്റെ സൈസാണ്. ഓക്കെ, 1k ക്രോസ് 8. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 1k റോസ്, അതായത് റോസ് ഉണ്ട്. ദാറ്റ് മീൻസ് 1k റോസ് എന്ന് പറയുന്നത് 1k സാധാരണ പറയുന്നത് എത്ര? 1024 ആണ് അല്ലേ. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1024 ആണ് നമ്മൾ 1k എന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പം 1024 എന്താ റോസ് ഉണ്ട്. ഓക്കെ, അതിൽ ക്രോസ് 8 എന്ന് പറയുമ്പം 8 ബിറ്റാണ് ഓരോ റോയിലും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന 1024 എന്ന് പറയുന്നത് എന്താ? 210 ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 അഡ്രസ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 10 അഡ്രസ് ലൈൻസ് ആണ് അതിന് ആവശ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആരേ, അതായത് അഡ്രസ് 2ഉം ഡേറ്റ ലൈൻസ് 3ഉം ആണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഡ്രസ് ലൈൻസ് 2ഉം അതുപോലെ തന്നെ ഡേറ്റ ലൈൻസ് 3ഉം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെമ്മറി ആരേ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ലാസ്റ്റിൽ. അതായത് ഇപ്പോൾ 2 അഡ്രസ് ലൈൻസ് ആകുമ്പോൾ നമുക്ക് എത്ര? 2 റോസ് ഉണ്ടാവും അല്ലേ. 2 തന്നെ 4 റോസ് ഉണ്ടാവും. അപ്പോൾ 4 റോസ് ഉണ്ട്. അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് 3 ഡേറ്റ ലൈൻസ് ആണ്, അപ്പം m കോളംസ് ആണ്, അപ്പം 3 കോളംസ് വരും. അപ്പോൾ അതാ 3 കോളംസ്. അപ്പോൾ ഇപ്പം 2 അഡ്രസ് ലൈൻസ് ആയതുകൊണ്ട് 4 കോമ്പിനേഷൻ വരുമല്ലോ, 00, 01, 10, 11. ആൻഡ് അതിന് ഓരോ ഇതിലും നമുക്ക് ആ ഡേറ്റ ഉണ്ട്. 3 ബിറ്റ് ഡേറ്റയാണ് ഓരോ റോയിലും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ആരേ. അതായത് ഇപ്പോൾ റോസ് ആൻഡ് കോളംസ് വെച്ചിട്ട് ആരേ. അപ്പോൾ ഓരോ റോവിൻ്റെയും അഡ്രസ്സ് ഉണ്ടാവും, ഓരോ റോവിനും അഡ്രസ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ 2 ബിറ്റ് അഡ്രസ്സ് ആയതുകൊണ്ടാണ് 2 ബിറ്റ്സ് മാത്രം കാണിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ചിലപ്പം 8 ബിറ്റ് അഡ്രസ്സ് ആവാം, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വിഡ്ത്തും ഡെപ്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അടുത്തത്. ദാറ്റ് ഈസ് ഇപ്പോൾ 2 ക്രോസ് 3 ബിറ്റ് ആരേ ആണെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് 4 ആയിരിക്കും, വേർഡ് സൈസ് 3 ബിറ്റ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് എക്സാമ്പിളിൽ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ 3 ബിറ്റ് വേർഡ് സ്റ്റോർഡ് അറ്റ് അഡ്രസ് 10 ഈസ് 100. അതായത് 10 എന്ന അഡ്രസ്സിൽ എത്ര ബിറ്റ് ഏത് ഡേറ്റയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 ആണ്. അതായത് 10 എന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന
ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ് വേർഡ് എത്രയാണ്? 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സാധാരണ ആരേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് മെമ്മറി ചിപ്സ് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം, അതായത് ഇവിടെ വീണ്ടും നമ്മളിപ്പോൾ മെമ്മറി ആരേൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കിയിട്ട് ഇതിൽ പറയുകയാണെങ്കിൽ, ഇവിടെ കണ്ടോ നമ്മളിപ്പോൾ പറഞ്ഞെന്തായിരുന്നു? 16 വേർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 16 വേർഡ്സ്, ദാറ്റ് ഈസ് W0 to W15. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈച്ച് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ 8 ബിറ്റ്സ് ആണ് ഓരോ വേർഡ് ലൈനിലും ഉള്ളത്, 0 to 7. ഓക്കെ, അപ്പോഴേ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അഡ്രസ് ഡീകോഡർ വെച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പം 16 റോസ് ഉണ്ട് അല്ലേ? അപ്പോൾ 16 റോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 raised to 4. അപ്പോൾ 4 ആണ് അഡ്രസ് ബിറ്റ്സ് വേണ്ടത്. അപ്പോൾ 4 ബിറ്റ്സ് ആണ് A0 to A3. അപ്പോൾ അത് വെച്ചിട്ട് ഈ 16 വേർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ 16 വേർഡ്സ് ഈ ഒരു 4 ബിറ്റ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ A0 to A3 വരുന്നത്. അപ്പോൾ അതിലിപ്പം 16 വേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ 16 വേർഡ്സിൽ ഒരു വേർഡ് സെലക്ട് ചെയ്യുന്നത് ഈ അഡ്രസ് ബിറ്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് 8 ബിറ്റ്സ് ഓരോ വേർഡ് ലൈനിൽ ഉണ്ടാവും. ഇപ്പോൾ 8 ബിറ്റ് ആണ്. അപ്പം 16 വേർഡ്സിലുള്ള 8 ബിറ്റ്സ് ഈച്ച് വരും. ഓക്കെ, അത് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മെമ്മറി ഹൈറാർക്കി? അതായത് നമ്മളിപ്പോൾ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് മെമ്മറി ഹൈറാർക്കിയിൽ മെയിൻ കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ ദർ മസ്റ്റ് ബി, ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഹോൾ മെമ്മറി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൾസോ അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് കുറവും ആയിരിക്കണം. ആ രീതിയിലാണ് ഈ മെമ്മറി ഹൈറാർക്കി ലെവൽസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെവൽസ് നോക്കാം. അതായത് ഫസ്റ്റ് വരുന്നത് പ്രോസസ്സറിൽ വരുന്നതാണ് രജിസ്റ്റേഴ്സ്. അപ്പം ഇത് വേറൊരു ഫിഗറാണ്, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. അതായത് രജിസ്റ്റേഴ്സ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മെമ്മറി ഹൈറാർക്കി. അതായത് ഓരോ ലെവലാണ്. ഓക്കെ, ഹൈറാർക്കീൻ്റെ ഓരോ ലെവലാണ്. അപ്പോൾ നമുക്ക് മെമ്മറിയിൽ ഏറ്റവും ടോപ്പിലുള്ളത് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഫാസ്റ്റസ്റ്റ് ആക്സസ് ഈസ് ടു ദ ഡേറ്റ ഹെൽഡ് ഇൻ ദ പ്രോസസ്സർ രജിസ്റ്റേഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് ആ ടോപ്പിൽ പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് സ്പീഡാണ്. ദാറ്റ് മീൻസ് സ്പീഡ് ഇവിടെ, അതായത് ഈ ആരോ കണ്ടോ, നമുക്കിപ്പോൾ ഈ താഴെ നിന്ന് മേലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഏറ്റവും കുറവ് സ്പീഡ് മാഗ്നറ്റിക് ഡിസ്ക് സെക്കൻഡറി മെമ്മറിയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പീഡ് രജിസ്റ്റേഴ്സിനാണ്. അങ്ങനെയാണ് ഈ ഫിഗർ ഉള്ളത്. ഓക്കെ, സോ ഫാസ്റ്റസ്റ്റ് ആക്സസ് ഏതിനാണ്? പ്രോസസ്സർ രജിസ്റ്റേഴ്സിനാണ്. ഓക്കെ, പ്രോസസ്സർ രജിസ്റ്റേഴ്സിനാണ് ഫാസ്റ്റസ്റ്റ് ആക്സസ്. ഓക്കെ, അടുത്ത ലെവൽ നോക്കാം. പ്രൈമറി, അതായത് ക്യാഷെ മെമ്മറി ഉണ്ട്. ഈ ക്യാഷെ മെമ്മറി എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പീഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറിയാണ്. അത് നമ്മൾ 6th മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്നേരം നമുക്ക് നോക്കാം എന്താണ് ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറിയിൽ 2 ആണ്, പ്രൈമറി ക്യാഷയും സെക്കൻഡറി ക്യാഷയും. അപ്പം അടുത്തത് രജിസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ലെവലിലാണ് പ്രൈമറി ക്യാഷ്, ദാറ്റ് ഈസ് L1. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിലെന്താണെന്ന് വെച്ചാൽ അറ്റ് ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കി is a relatively small amount of memory that can be implemented on the processor chip. This is the processor cache. There are 2 levels of cache, that is a primary cache referred to as level 1, L1 cache is small and is always located on the processor chip. Processor chipilana adu locate ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ കാണിച്ചിട്ടുള്ളത്. ഇനി സെക്കൻഡ് ലാർജ്, ദാറ്റ് ഈസ് കുറച്ച് ലാർജർ സെക്കൻഡറി ക്യാഷെയാണ് ലെവൽ 2. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ പ്രൊസസ്സർ. അപ്പോൾ ഇവിടെ കണ്ടോ, മെയിൻ മെമ്മറിയും, അതായത് ഈ പ്രൊസസ്സറും മെയിൻ മെമ്മറിയും അതിനിടക്കാണ് സെക്കൻഡറി ക്യാഷ്. അപ്പോൾ അടുത്ത ലെവലാണത്. ഓക്കെ, സോ നമുക്കിപ്പം ഫസ്റ്റ് രജിസ്റ്റേഴ്സായി, അതിന് മാക്സിമം സ്പീഡായിരിക്കും. ഓക്കെ, പിന്നെ സൈസ് കണ്ടോ, അപ്പോൾ സൈസ് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും കുറവ് സൈസ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് താഴേക്ക് സൈസ് കൂടും. ഇനി കോസ്റ്റ് നമുക്കിപ്പം ഇപ്പോൾ സൈസ് കൂടുന്നെന്ന് വരുമ്പം കോസ്റ്റ് നമ്മൾ കൂടുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ശരിക്കും കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ രജിസ്റ്റേഴ്സിന് കോസ്റ്റ്, അതായത് ഇപ്പോൾ ഇൻക്രീസിങ് സൈസ് കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച്
കോസ്റ്റ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് രജിസ്റ്റേഴ്സിന് ഏറ്റവും എന്താണ് കുറവാണല്ലോ സൈസ്, പക്ഷെ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. കാരണം നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് കുറേ രജിസ്റ്റേഴ്സ് എല്ലാം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് പെർ ബിറ്റ് കൂടുതലാണ്. ഓക്കെ, സോ അതാണ് ഈ ആരോ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് സെക്കൻഡറി ക്യാഷ് കഴിഞ്ഞാൽ വരുന്നത് മെയിൻ മെമ്മറിയാണ്. അപ്പോൾ ദ നെക്സ്റ്റ് ലെവൽ ഇൻ ദ ഹൈറാർക്കി ഈസ് ദ മെയിൻ മെമ്മറി ഇംപ്ലിമെൻറ്റഡ് ആസ് സിംസ്. ദാറ്റ് ഈസ് ശരിക്കും പറഞ്ഞാൽ അത് ഇതാണ്, അതായത് ഇൻലൈൻ മെമ്മറിയാണത്, സിംഗിൾ ഇൻലൈൻ മെമ്മറി, അതാണ് സിം. ദ മെയിൻ മെമ്മറി ഈസ് മച്ച് ലാർജർ ബട്ട് മച്ച് സ്ലോവർ ദാൻ ദ ക്യാഷെ മെമ്മറി. ഓക്കെ, സൈസ് അനുസരിച്ച് മെയിൻ മെമ്മറി ലാർജാണ്, പക്ഷേ സ്പീഡ് അനുസരിച്ച് ക്യാഷെ മെമ്മറിനേക്കാളും കുറവാണ് മെയിൻ മെമ്മറി. ഇനി നെക്സ്റ്റ് ലെവൽ ഇസ് ദ മാഗ്നറ്റിക് ഡിസ്ക് വിച്ച് പ്രൊവൈഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഎക്സ്പെൻസീവ് സ്റ്റോറേജ്. അവിടെ ഇപ്പം സൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ മാഗ്നറ്റിക് ഡിസ്ക്, അതായത് അടുത്തത് അത് ശരിക്കും കൂടുതലാണ്. ഓക്കെ, സൈസ് കൂടുതലാണ്, പക്ഷേ സ്പീഡ് നോക്കുകയാണെങ്കിൽ അത് മെയിൻ മെമ്മറിനേക്കാളും കുറവാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്ലോ കമ്പയർഡ് ടു മെയിൻ മെമ്മറി. ഇനി സ്പീഡ് ഓഫ് മെമ്മറി ആക്സസ് ഈസ് ക്രിട്ടിക്കൽ. ദ ഐഡിയ ഈസ് ടു ബ്രിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ദറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ആസ് ക്ലോസ് ടു ദ പ്രൊസസ്സർ ആസ് പോസിബിൾ. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്പീഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ശരിക്കും എന്താണ് നിയർ ഫ്യൂച്ചറിൽ ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും ആസ് ക്ലോസ് ആസ് ടു ദ പ്രൊസസ്സർ അത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. മെമ്മറി ഹൈറാർക്കി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പോൾ ഈ ഒരു ഫിഗറാണ് ശരിക്കും അതിൻ്റെ മെയിൻ ഫിഗർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്യാം, കാരണം അതിലിപ്പം ടൈം എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ കുറച്ചും കൂടി മാറ്റങ്ങളുണ്ട്. അതായത് ഇപ്പോൾ രജിസ്റ്റേഴ്സ് ഫസ്റ്റ് ലെവൽ, പിന്നെ ലെവൽ 1 ക്യാഷെ അടുത്ത ലെവൽ, പിന്നെ ലെവൽ 2 ക്യാഷെ, ദെൻ മെയിൻ മെമ്മറി. പിന്നെ ഇവിടെ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഫിക്സ്ഡ് ഡിസ്ക് ഉണ്ട്, ഫിക്സ്ഡ് റിജിഡ് ഡിസ്ക്, പിന്നെ ഓപ്റ്റിക്കൽ ഡിസ്ക്, ദെൻ മാഗ്നറ്റിക് ടേപ്പ്. അത് ആണ് ഏറ്റവും കൂടുതൽ വലിയ സൈസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സസ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട് നാനോ സെക്കൻഡ്സിൽ കണ്ടോ. അപ്പോൾ ആ നാനോ സെക്കൻഡ്സിൽ ആക്സസ് ടൈം മാറ്റം വരുന്നുണ്ട്. പിന്നെ കോസ്റ്റ്ലി, ഓക്കെ, മോർ കോസ്റ്റ്ലി, ലെസ് കോസ്റ്റ്ലി, അങ്ങനെയെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫിഗർ സാധാരണ കുറേ ടെക്സ്റ്റിൽ കാണാം. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ കൂടെ വരക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി കുറച്ച് ടോപ്പിക്സും, അതായത് ഇപ്പോൾ റോം ആൻഡ് വേറൊരു ചെറിയ ടോപ്പിക്കും കൂടിയാണ് ഇനി 5th മോഡ്യൂളിൽ റിമൈനിങ് ഉള്ളത്. സോ വി വിൽ കവർ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.